വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. അൺചൈൻഡിൽ വന്ന ഡ്രാമയുടെ 9ാമത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നന്നല്ലെ പ്രിൻസ് ഇപ്പോൾ താമസിക്കുന്ന വെസ്റ്റ് ഷൂവിലേക്ക് കപ്പൽ മാർഗമാണ് പോകേണ്ടത്. ഇല്ലുവും ടോങ്ങും കപ്പലിൽ ചെന്ന് കയറി കഴിഞ്ഞപ്പോൾ യുലുവും തോഴിമാരും കൂടി അങ്ങോട്ടേക്ക് വരുന്നു. വന്നപ്പോൾ തന്നെ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് യുലു തൻ്റെ തോഴിമാരെ കൊണ്ട് ഇല്ലുവിൻ്റെ സാധനങ്ങൾ വാങ്ങി കപ്പലിന് താഴേക്ക് എറിയുന്നു. ഇല്ലു ഒട്ടും മടിച്ചു നിൽക്കാതെ അവളുടെ സാധനങ്ങൾ വാങ്ങി കടലിലേക്ക് മറിയുന്നുണ്ട്. പോരാതെ തന്നെ അത് ചോദിക്കാൻ ചെന്ന യുലുവിനിട്ട് രണ്ടെണ്ണം പൊട്ടിക്കുകയും ചെയ്യുന്നു. അവളുടെ തോഴിമാരെല്ലാം കൂടി തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ദുവ അവിടേക്ക് എത്തിയത്. അതോടെ അവരെല്ലാം ഒതുക്കുന്നു. കപ്പലിന് സ്ഥലം കുറവാണ് എന്ന് പറഞ്ഞാണ് യുലു ആദ്യം ഇല്ലുവിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങി കളയാൻ തുടങ്ങിയത്. ഈ കപ്പൽ ഇഷ്ടപ്പെടാത്ത സ്ഥിതിക്ക് അവൾ ഇതിൽ യാത്ര ചെയ്യേണ്ട, ഇതിനൊപ്പം തന്നെ അവന് സഞ്ചരിക്കാനായി തയ്യാറാക്കുന്ന ചെറിയ കപ്പലിലേക്ക് പൊയ്ക്കോളാൻ പറഞ്ഞ് അവൻ അവളെയും തോഴിമാരെയും അങ്ങോട്ടേക്ക് പറഞ്ഞയക്കുന്നു. മറ്റേ കപ്പൽ അവർക്ക് നൽകിയത് കൊണ്ട് തന്നെ ഞാനും ഈ കപ്പലിലാണ് യാത്ര ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവൻ അവൾക്ക് മുറി കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവളുടെ റൂമിനോട് ചേർന്ന് തന്നെയുള്ള റൂമാണ് അവനും ചൂസ് ചെയ്തത്. സത്യത്തിൽ അവൻ ഇതൊക്കെ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിരുന്നതാണ്. അവൻ്റെ മുറി തൊട്ടടുത്താണെന്ന് പറഞ്ഞപ്പോൾ ഇല്ലു റൂം മാറാൻ ശ്രമം നടത്തുന്നുണ്ടെങ്കിലും ആ ഷിപ്പിൽ ആകെ 2 മുറിയേ ഉള്ളൂ. അതുകൊണ്ട് ഇത് തന്നെ ഉപയോഗിച്ചേ പറ്റുമെന്ന് പറയുന്നു. സത്യത്തിൽ ആ ഷിപ്പിൽ താഴെയും മുകളിലുമായി 10ഓളം മുറികളുണ്ട്. അവളുടെ അടുത്ത് തന്നെ താമസിക്കാനുള്ള ആഗ്രഹം കൊണ്ട് അവൻ കള്ളം പറഞ്ഞതാണ്. റൂമൊക്കെ സെറ്റാക്കിയിട്ട് അവൻ താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ കാവോ അതിനെക്കുറിച്ച് അവനോട് ചോദിക്കുന്നുണ്ട്. 10ഓളം മുറികളുള്ള വലിയ ഷിപ്പിൽ ആകെ 2 മുറികൾ മാത്രമേ ഉള്ളൂ എന്ന് കള്ളം പറഞ്ഞ് എന്തിനാണ് അവളുടെ അടുത്ത് തന്നെ താമസിക്കുന്നത്? അവളോട് ഫീലിങ്സ് ഉണ്ടെന്ന് അവൻ ചോദിച്ചപ്പോൾ ഉണ്ടെങ്കിൽ എന്താണ് കുഴപ്പം എന്ന് ദുവോ തിരിച്ചു ചോദിക്കുന്നു. നിങ്ങൾക്ക് 2 പേർക്കും ഒരിക്കലും ഒരുമിക്കാൻ കഴിയില്ല. 2 പേരുടെയും സ്റ്റാറ്റസ് വളരെ വ്യത്യാസമാണ്. ഇല്ലു രാജാവിൻ്റെ ഭാര്യ ആകേണ്ടവളാണ്. അതുകൊണ്ട് ഈ ഫീലിങ്സ് വളർത്താതിരിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ 2 പേർക്കും ഇതുകൊണ്ട് ദോഷമേ വരികയുള്ളൂ എന്നൊക്കെ കാവോ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ വാൻ അവിടേക്ക് വരുന്നു. ഇല്ലുവിനെ കണ്ട് യാത്ര പറയാൻ വേണ്ടി വന്നതാണ് അവൻ. സംസാരിക്കുന്നിടയിൽ ലിയാനെ രാജാവ് ഇപ്പോൾ ഹൗസ് അറസ്റ്റിലാക്കിയിരിക്കുകയാണ്, കാണാൻ പോലും കഴിയുന്നില്ല എന്ന് വാൻ പറയുന്നുണ്ട്. അവന് ചേട്ടൻ്റെ പദ്ധതികളിലൊന്നും യാതൊരു പങ്കുമില്ല. അതുകൊണ്ട് അവനെ സംശയിക്കേണ്ട കാര്യമില്ല. എങ്ങനെയെങ്കിലും അവനെ കണ്ട് സ്വതന്ത്രനാക്കാൻ ശ്രമിക്കണമെന്നൊക്കെ ഇല്ലു അവളെ പറഞ്ഞേൽപ്പിക്കുന്നു. ദുവോ സ്ഥലത്ത് നിന്ന് മാറിയോടെ മുറം കൂടുതൽ ഊർജ്ജസ്ഥലനായി ആയുധാഭ്യാസങ്ങൾ തുടരുന്നുണ്ട്. ഇപ്പോൾ അത്യാവശ്യം അമ്പ് ലക്ഷ്യത്തിൽ കൊള്ളിക്കാനൊക്കെ അയാൾ പഠിച്ചിരിക്കുന്നു. ഇല്ലു മടങ്ങി വരുമ്പോഴേക്കും ആരും കുറ്റം പറയാത്ത രീതിയിൽ നല്ലൊരു ഭരണാധികാരിയായി മാറണം എന്നതാണ് അയാളുടെ ലക്ഷ്യം. ആദ്യമായി കപ്പലിൽ യാത്ര ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ട് ഇല്ലുവിന് ശരിക്കും ഉണ്ടാകുന്നു. വൊമിറ്റ് ചെയ്ത് അവളൊരു വഴിക്കാകുന്നുണ്ട്. ദുബോയോട് പറഞ്ഞും എന്തെങ്കിലും മരുന്ന് സംഘടിപ്പിക്കാമെന്ന് ടോങ് പറയുന്നുണ്ടെങ്കിലും എനിക്ക് സുഖമില്ലെന്നറിഞ്ഞാൽ അവന് വിഷമമാകും. വെറുതെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് പറഞ്ഞവൾ സമ്മതിക്കുന്നില്ല. ടോങ് ചെന്ന് പറഞ്ഞില്ലെങ്കിലും മുറി അടുത്ത് തന്നെ ആയതുകൊണ്ട് കാര്യം മനസ്സിലായ ദുബോ അങ്ങോട്ടേക്ക് ചെല്ലുന്നു. വോമിറ്റിംഗ് നിർത്താനുള്ള മരുന്ന് നൽകുന്നുണ്ട്. പക്ഷേ മരുന്ന് എഫക്റ്റീവ് ആകാൻ കുറച്ച് സമയമെടുക്കുന്നതിനാൽ അവൾ വീണ്ടും വോമിറ്റ് ചെയ്യുന്നു. പെട്ടെന്ന് വോമിറ്റിംഗ് കൺട്രോൾ ചെയ്യാനായി ഒരു അക്യുപോയിന്റ് പ്രസ് ചെയ്താൽ മതി എന്ന് അവൻ സജസ്റ്റ് ചെയ്തപ്പോൾ അവനോട് തന്നെ അത് ചെയ്യാൻ അവൾ നിർദ്ദേശിക്കുന്നു. പക്ഷേ ആ പോയിന്റിൽ ലൊക്കേഷൻ അത്ര നല്ല സ്ഥലത്തല്ലാത്തത് കൊണ്ട് ടോങ്ങിനെ വിളിച്ച് ചെയ്യിക്കാം എന്ന് പറഞ്ഞവൻ പോകാൻ തുടങ്ങിയെങ്കിലും അവൻ തന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് അവൾ പിടിച്ചിരുത്തുന്നു. പൊക്കലിന് മുകളിലേക്ക് 7 വിരൽ അകലത്തിലാണ് അക്യുപോയിന്റ് എന്നറിഞ്ഞപ്പോൾ അവൾ സംശയിക്കുന്നുണ്ടെങ്കിലും അവനോട് തന്നെ ചെയ്യാൻ പറയുന്നു. ദുവ അക്യുപോയിന്റ് പ്രസ് ചെയ്യുന്നുണ്ടെങ്കിലും അധിക സമയം അങ്ങനെ കൺട്രോൾ ചെയ്തിരിക്കാൻ അവന് കഴിയുമായിരുന്നില്ല. അവളാണെങ്കിൽ വേദന കുറഞ്ഞിട്ടും കുറഞ്ഞില്ല എന്ന് പറഞ്ഞ് പിടിവിടാൻ സമ്മതിക്കാതിരിക്കുകയാണ്. ഒരുപാട് സമയം ആ അക്യുപോയിന്റ് പ്രസ് ചെയ്യുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞ അവസാനം അവൻ വേഗം അവിടെ നിന്ന് പോകുന്നു. ദുവ മുമ്പ് കൊട്ടാരത്തിൽ നിന്ന് പറഞ്ഞു വെച്ച രാജ്ഞി കൊട്ടാരത്തിലേക്ക് തിരികെ എത്താൻ വേണ്ടി കുറേ പ്ലാനിങ്ങുകൾ ഇതിനിടയ്ക്ക് നടത്തുന്നുണ്ട്. സാമ്പ്രാണി ഉണ്ടാക്കുന്നത് അവരുടെ ഹോബിയാണെന്ന് മുമ്പ് പറഞ്ഞിരുന്നല്ലോ. ദുസ്വപ്നങ്ങൾ കാണിച്ച് ആളുകളുടെ ഉറക്കം കെടുത്തുന്ന രീതിയിലുള്ള ഒരു സാമ്പ്രാണി അവർ തയ്യാറാക്കിയിട്ട് ഏതൊക്കെയോ ചാരന്മാർ വഴി രാജാവിൻ്റെ മുറിയിലെത്തിക്കുന്നു. അതോടെ മുറോങ് ദുസ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് പതിവാക്കുന്നു. അതിൻ്റെ പരിഹാരം എന്ന നിലയിൽ മുറോങ്ങും അമ്മയും കൂടി രാജ്ഞി ഇപ്പോൾ താമസിക്കുന്ന ക്ഷേത്രത്തിൽ വന്ന് കുറച്ച് ദിവസം താമസിക്കുന്നു. ആ സമയത്ത് മുറോങ്ങിൻ്റെ മുറിയിൽ നല്ല ഉറക്കം കിട്ടാനുള്ള സാമ്പ്രാണിയാണ് രാജ്ഞി പരിചാരകർ വഴി നൽകിയത്. അവിടെ വന്നതോടെ ദുസ്വപ്നങ്ങൾ കാണുന്നതൊക്കെ മാറി സുഖമായി ഉറങ്ങാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിൽ സാമ്പ്രാണി തയ്യാറാക്കിയ ആൾക്ക് സമ്മാനം നൽകാൻ മുറോങ് തീരുമാനിക്കുന്നു. ആളെ അന്വേഷിച്ചപ്പോഴാണ് രാജ്ഞിയാണത് റെഡിയാക്കിയതെന്ന് അറിയുന്നത്. അവരെ കണ്ടപ്പോൾ മുറോങ് ദേഷ്യം വരുന്നുണ്ടെങ്കിലും അമ്മയ്ക്ക് രാജ്ഞിയുടെ ട്രിക്കൊന്നും മനസ്സിലാകുന്നില്ല. മാത്രമല്ല അവരുടെ സിമ്പതി പിടിച്ചു പറ്റുന്ന വിധത്തിൽ അവർ സംസാരിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ ഫലമായി അവിടുത്തെ താമസം മതിയാക്കി എനിക്കൊപ്പം തിരികെ കൊട്ടാരത്തിലേക്ക് വരാൻ അമ്മ അവരോട് പറയുന്നുണ്ട്. രാജമാതാവിൻ്റെ ഉത്തരവായതുകൊണ്ട് മുറോങ്ങിന് സമ്മതം പറയേണ്ടി വരുന്നു. അങ്ങനെ പ്ലാൻ ചെയ്തതുപോലെ രാജ്ഞിക്ക് തിരികെ കൊട്ടാരത്തിലേക്ക് പോകാനുള്ള വഴി തുറക്കുന്നു. ഇല്ലുവിന് ദുബോയോടുള്ള താല്പര്യം ടോങ് ഇതിനകം മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. യുഞ്ചകളെ ഇഷ്ടപ്പെടാനും വിവാഹം കഴിക്കാനും ഒക്കെ ആരെങ്കിലും തയ്യാറാകുമോ എന്നൊക്കെ തനിയെ പറഞ്ഞുകൊണ്ട് നിന്ന് അവൾ ഇല്ലുവിനുള്ള മരുന്ന് റെഡിയായിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് അത് കേട്ടുകൊണ്ട് കാവോ അവിടേക്ക് വന്നത്. അവനിപ്പോൾ കുറേ കാലമായി ടോങ്ങിനോടുള്ള ഒരു താല്പര്യമുള്ളതുകൊണ്ട് അവൾക്ക് വേണ്ടി ഒരു ഹെയർ പിന്നൊക്കെ വാങ്ങി വെച്ചിരുന്നു. അത് നൽകാൻ വേണ്ടിയാണ് അവൻ വന്നത്. അവളുടെ സംസാരം കേട്ട് യുഞ്ചകളെ ഇഷ്ടപ്പെടുന്നതിലും വിവാഹം കഴിക്കുന്നതിലും എന്താണ് കുഴപ്പം? കൊട്ടാരത്തിൽ പല ദാസിമാരും യുഞ്ചകളുമായി പ്രണയത്തിലായി വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കുന്നുണ്ടല്ലെന്നൊക്കെ അവൻ ചോദിക്കുന്നു. പക്ഷേ ടോങ് വളരെ മോശം കാര്യമായിട്ടാണ് അതിനെ പറഞ്ഞത്. ആ ദാസിമാർക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ മറ്റൊരു വഴിയില്ലാത്തത് കൊണ്ട് ഒരു സഹായത്തിന് വേണ്ടി മാത്രമാണ് അവർ അങ്ങനെ ഒരു മാർഗ്ഗം സ്വീകരിച്ചത്. വേറെ എന്തെങ്കിലും വഴി ഉണ്ടായിരുന്നെങ്കിൽ എന്തായാലും അങ്ങനെ ചെയ്യില്ല. മറ്റുള്ള പുരുഷന്മാരെ വിവാഹം കഴിക്കുന്ന പോലെ നല്ലൊരു ദാമ്പത്യ ജീവിതം എന്തായാലും ഉണ്ടാക്കാൻ പോകുന്നില്ല, കുട്ടികളുണ്ടാകില്ല എന്നൊക്കെ യുഞ്ചകളെ ആക്ഷേപിക്കുന്ന രീതിയിലാണ് അവൾ സംസാരിച്ചത്. അതോടെ കാവോ ഹെയർപിന്നും നൽകാൻ നിൽക്കാതെ തിരികെ പോകുന്നു. അടുത്തടുത്തുള്ള മുറികളായതുകൊണ്ട് രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ ഇല്ലു വെറുതെ ഒരു രസത്തിനെ ഭിത്തിയിൽ തട്ടി ദുബോയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. ആ സമയത്താണ് കുറച്ച് കടൽക്കൊള്ളക്കാർ അവരുടെ ഷിപ്പിനെ ആക്രമിച്ചത്. പുറത്തെ ബഹളം കേട്ട് ദുവ വേഗം അങ്ങോട്ടേക്ക് ഇറങ്ങി ചെല്ലുന്നു. അവൻ്റെ ആൾക്കാരും കൊള്ളക്കാരും തമ്മിൽ നല്ല ഫൈറ്റ് നടക്കുകയാണ്. ആ സമയത്ത് അവനും അവർക്കൊപ്പം ചേരുന്നു. ബഹളം കേട്ട് ഇല്ലുവും പുറത്തേക്ക് ഇറങ്ങുന്നു.
ആക്രമികളുടെ മെയിൻ ഉദ്ദേശം ദുബോയെ കൊല്ലുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ സമയം അതിനുവേണ്ടിയുള്ള ശ്രമത്തിലായിരുന്നു. ഇടയ്ക്ക് അവരുടെ ആക്രമണത്തിൽ അവൻ ഷിപ്പിൽ നിന്ന് പുറത്തേക്ക് വീഴുന്നുണ്ട്. അത് കൊണ്ടുകൊണ്ടിരുന്ന ഇല്ലു ഓടി അവിടേക്ക് ചെല്ലുന്നു. വെള്ളത്തിലേക്ക് വീഴാതെ അവന് ഷിപ്പിൻ്റെ സൈഡിൽ പിടികിട്ടിയിരുന്നു. അവൾ അവനെ പിടിച്ച് മുകളിലേക്ക് കയറ്റാൻ ശ്രമിക്കുന്നിടയിൽ ഒരാൾ അവളെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. ആ സമയത്ത് ദുബോ മുകളിലേക്ക് കയറി അവളുടെ സഹായത്തിന് എത്തുന്നുണ്ട്. വീണ്ടും ഫൈറ്റ് നടക്കുന്നതിനിടയിൽ ഒരാൾ അവൾക്ക് നേരെ ചാട്ടുളി എറിയുന്നത് കണ്ട് അവളെ പിടിച്ചു മാറ്റുന്നതിനിടയിൽ അത് അവൻ്റെ ദേഹത്ത് കൊണ്ട് അവൻ വെള്ളത്തിലേക്ക് വീഴുന്നു. അവനെ രക്ഷിക്കാനുള്ള വെമ്പലോടെ ഇല്ലുവും പുറകെ വെള്ളത്തിലേക്ക് ചാടുന്നു. ദുബോയുടെ സഹായികളിൽ ഒരാൾ അവർ വീഴുന്നത് കണ്ടിരുന്നു. വൈകാതെ അവർ ആക്രമണങ്ങളെ കീഴടക്കുന്നു. വെള്ളത്തിലേക്ക് വീണവർ രണ്ടുപേരും ഒരു തീരത്തെടുക്കുന്നുണ്ട്. ഇല്ലുവിനാണ് ആദ്യം ബോധം വീണത്. ബോധമില്ലാതെ കിടക്കുന്ന ദുബോയെ അവൾ അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു പൊട്ടിപ്പൊളിഞ്ഞ വീട്ടിലേക്ക് ഒരു വിധത്തിൽ വലിച്ചിഴച്ചെത്തിക്കുന്നു. മീൻ പിടിക്കാൻ എത്തുന്ന മുക്കന്മാരും മറ്റും താൽക്കാലികമായി ഉപയോഗിക്കുന്ന ഒരു ഷെൽട്ടറായിരുന്നു ആ സ്ഥലം. വിളിച്ചിട്ടൊന്നും അവന് ബോധമില്ലാത്തതിനാൽ അവൻ്റെ ദേഹത്ത് തറച്ചിരിക്കുന്ന അമ്പ് അവൾ വലിച്ചുരാൻ ശ്രമിക്കുന്നു. വേദന കൊണ്ടാകണം ആ സമയത്ത് അവൻ ഉണരുന്നുണ്ട്. അവൻ തന്നെ അത് വലിച്ചൂരി കളയുന്നു. അവൾ ഡ്രസ്സിൻ്റെ ഒരറ്റം കീറി അത് ബാൻഡേജ് പോലെ ചുറ്റി ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് വെള്ളവും അവന് കുടിക്കാനായി അവൾ സംഘടിപ്പിക്കുന്നു. ആ സമയത്ത് അവൻ എപ്പോഴും കൂടെ കൊണ്ടു നടക്കാറുള്ള മീശ വളരാതിരിക്കാൻ വേണ്ടിയുള്ള മരുന്നിൻ്റെ കുപ്പി താഴെ വീണത് അവളുടെ ശ്രദ്ധയിൽപ്പെടുന്നു. അത് മരുന്നാണെന്നറിഞ്ഞപ്പോൾ എന്തിനുള്ളതാണ് എന്ന് പോലും അന്വേഷിക്കാതെ മുറിവുണങ്ങാൻ സഹായിക്കുമെന്ന് പറഞ്ഞ് അതിൽ നിന്ന് കുറേ എണ്ണം അവൾ അവനെ കഴിപ്പിക്കുന്നു. വേണ്ടെന്ന് പറയാൻ അവനും പറ്റുന്നില്ല. മാസത്തിൽ ഒരെണ്ണം മാത്രം കഴിക്കാവുന്ന സാധനമാണ് അവൾ ഒന്നിച്ച് കുറേ അവനെ കഴിപ്പിക്കുന്നത്. കുറച്ചൊന്ന് നോർമലായി കഴിഞ്ഞപ്പോൾ അവർ ആക്രമണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ശരിക്കുമുള്ള കടൽക്കൊള്ളക്കാരാണ് ആക്രമിച്ചതെന്ന് തോന്നുന്നില്ല. മിക്കവാറും അവരെ നന്നലിലെ പ്രിൻസ് അയച്ചതാകണം. രാജകൽപ്പന അനുസരിച്ച് വന്നതായതുകൊണ്ട് നേരിട്ട് ആക്രമിക്കാൻ കഴിയാത്തതിനായിരിക്കണം ഇങ്ങനെ ഒരു മാർഗ്ഗം സ്വീകരിച്ചതെന്നൊക്കെ ദുബോ പറയുന്നു. കാബോയും മറ്റുള്ളവരും അന്വേഷിച്ച് വരുന്നവരെ അവിടെ തന്നെ വെയിറ്റ് ചെയ്യാമെന്നും അവൻ പറയുന്നു. അങ്ങനെ അവർ രാത്രി അവിടെ കഴിച്ചുകൂട്ടാൻ തീരുമാനിക്കുന്നു. വലിയ അടച്ചുറപ്പുള്ള മുറിയൊന്നും അല്ലാത്തതിനാൽ അവൾക്ക് നന്നായി തണുപ്പ് അനുഭവപ്പെടുന്നു. അവളത് പറഞ്ഞപ്പോൾ അവൻ അടുത്തേക്ക് നീങ്ങുന്ന അവളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അവൾക്ക് ആ ഇരിപ്പ് ശരിക്കും ഇഷ്ടപ്പെടുന്നു. അവരോടുള്ള ഇഷ്ടം അവൾ അറിയാതെ തന്നെ പ്രകടിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ രണ്ടുപേരും കുട്ടിക്കാലത്തെ ചില സംഭവങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നുണ്ട്. അവൻ്റെ തോളിലേക്ക് ചാരി അങ്ങനെ ഇരുന്നുകൊണ്ട് അധികം വൈകാതെ അവൾ ഉറങ്ങിപ്പോകുന്നു. ആ സമയത്ത് അവന് പെട്ടെന്നൊരു ടെംപ്റ്റേഷൻ തോന്നി അവളെ കിസ് ചെയ്യുന്നു. ഉറങ്ങിപ്പോയത് കൊണ്ട് അവൾ അതറിയുന്നില്ല. പക്ഷേ പെട്ടെന്ന് തന്നെ ബോധം വന്നതുപോലെ അവൻ പിന്മാറുന്നു. പിന്നെ അവിടെ ഇരുന്ന് ശരിയാകില്ല എന്ന് തോന്നിയത് കൊണ്ട് അവളെ ഭിത്തിയിലേക്ക് ചാരിയിരുത്തി അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നു. അവിടെ ചാരിയിരുന്നാണ് അവൻ ഉറങ്ങിയത്. അവൻ കിസ് ചെയ്തതൊന്നും പറഞ്ഞില്ലെങ്കിലും കിസ് ചെയ്യാൻ വരുന്നത് പോലെയൊക്കെ അവൾ സ്വപ്നം കാണുന്നുണ്ട്. അങ്ങനെയൊക്കെ അവളും ആഗ്രഹിച്ചു തുടങ്ങിയിരിക്കുന്നു. സ്വപ്നമൊക്കെ കണ്ട് ഉടർന്നു നോക്കിയപ്പോഴാണ് അവൻ പുറത്തിരുന്ന് ഉറങ്ങുന്നത് അവൾ കണ്ടത്. അപ്പോഴേക്കും നേരം വെളുത്തിരുന്നു. അവൾ പുറത്തേക്ക് ചെന്ന് അവനെ വിളിച്ചുണർത്തിയിട്ട് എന്താണ് അവിടെ വന്നിരുന്ന് ഉറങ്ങിയതെന്ന് ചോദിക്കുന്നു. അവൻ മറുപടി പറയാതെ വട്ടം ചുറ്റുന്ന കണ്ടപ്പോൾ ഞാൻ ഉറക്കത്തിൽ പല്ല് കടിക്കുകയോ കൂർക്കം വലിക്കുകയോ ഒക്കെ ചെയ്ത് കാണുമല്ലേ എന്ന് അവൾ തന്നെ ചോദിക്കുന്നു. അവനൊന്നും പറയാൻ അവൾ അവസരം നൽകുന്നില്ല. അത് കഴിഞ്ഞ് രണ്ടുപേരും കൂടി ഒരു ചൂണ്ടയൊക്കെ സെറ്റാക്കി മീൻ പിടിക്കാൻ ശ്രമിക്കുന്നു. മണിക്കൂറുകളോളം അവിടെ കുത്തിയിരുന്നിട്ടാണ് ഒരു മീനെങ്കിലും കിട്ടിയത്. രാജാവിൽ നിന്ന് സമ്മാനമായി കിട്ടിയ തൻ്റെ സ്പെഷ്യൽ വാൾ ഉപയോഗിച്ച് അവൻ അതിനെ റെഡിയാക്കേണ്ടി വരുന്നു. അങ്ങനെ ആ മീൻ ഉപയോഗിച്ച് ലൈറ്റായി ഒരു സൂപ്പൊക്കെ ഉണ്ടാക്കി രണ്ടുപേരും വയറ് നിറച്ച് കഴിക്കുന്നു. അതൊക്കെ കഴിഞ്ഞ് വിശ്രമിക്കുമ്പോഴാണ് കാവോയും മറ്റുള്ളവരും അരെ അന്വേഷിച്ച് അവിടെ എത്തിയത്. പക്ഷെ രണ്ടുപേർക്കും അവിടെ നിന്ന് പോകാനൊട്ടും മനസ്സുണ്ടായിരുന്നില്ല. ദുബോ കാവോയും മറ്റുള്ളവരുമായി ഇനിയുള്ള നീക്കത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. പ്രിൻസിൻ്റെ ആൾക്കാർ തന്നെയാകണം ആക്രമണത്തിന് പിന്നിൽ എന്ന് അവൻ അവരോടും പറയുന്നു. ദുബോയ്ക്ക് വേണമെങ്കിൽ മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ പ്രിൻസിൻ്റെ അടുത്ത് നിന്ന് അയാളെ കൊന്ന് പ്രതികാരം ചെയ്യാം. പക്ഷേ അങ്ങനെ ചെയ്താൽ ഇല്ലുവിൻ്റെ കാര്യം എന്താകും എന്ന ചിന്ത കാരണം അവൻ ആ രീതിയിൽ മുന്നോട്ട് പോകാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല. ദുബോ വെള്ളത്തിലേക്ക് വീണതും ബോഡി കണ്ടെത്താൻ കഴിയാത്തതുമൊക്കെ പ്രിൻസും അറിയുന്നുണ്ട്. ദുബോയെ എവിടെ വെച്ച് കണ്ടാലും കൊല്ലാൻ നമ്മുടെ ആൾക്കാർക്ക് നിർദ്ദേശം നൽകാൻ അയാളുടെ വിശ്വസ്തൻ റോങ്ങിനോട് അയാൾ പറയുന്നു. വീട്ടുകിടങ്ങളിൽ കഴിയുന്ന ലിയാനെ കാണാൻ അനുവാദം വാങ്ങാൻ വേണ്ടി വാൻവാൻ ചേട്ടനെ ഇഷ്ടമുള്ള ഫുഡൊക്കെ റെഡിയാക്കിക്കൊണ്ട് മുറോങ്ങിൻ്റെ അടുത്ത് ചെല്ലുന്നുണ്ടെങ്കിലും കാര്യം അറിഞ്ഞപ്പോൾ അയാൾ സമ്മതിക്കുന്നില്ല. ലിയാൻ അവളുടെ പുറകെ നടന്നതൊക്കെ അയാളും അറിഞ്ഞിരുന്നു. നിങ്ങൾ രണ്ടുപേരും ശത്രുപക്ഷത്ത് നിൽക്കുന്നവരാണ്. നിങ്ങൾക്കൊരിക്കലും ഒരുമിക്കാൻ കഴിയില്ല. അതുകൊണ്ട് വെറുതെ ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങളൊന്നും മനസ്സിൽ വെക്കേണ്ട എന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞ് മുറോങ് അവളെ തിരിച്ചയക്കുന്നു. പ്രിൻസ് തന്നെ കൊല്ലാനായി ആളുകളെ അയച്ചിരിക്കുന്നത് ഒക്കെ നന്നായി അറിയാവുന്നതുകൊണ്ട് അയാൾക്കൊരു വാണിംഗ് കൊടുക്കാനായി ദുബോ നേരിട്ട് അയാളുടെ അടുത്തേക്ക് പോകാൻ തീരുമാനിക്കുന്നു. പോകുന്നത് ശത്രുവിൻ്റെ അടുത്തേക്ക് ആയതുകൊണ്ട് ചിലപ്പോൾ ജീവനോടെ തിരികെ വരാൻ കഴിയില്ല എന്ന് അവൻ ഇല്ലുവിനോട് പറയുന്നു. അവനെ തടയാൻ കഴിയില്ല എന്നറിയാവുന്നത് കൊണ്ട് പോകണ്ട എന്നവൾ പറയുന്നില്ല. പക്ഷേ പോയിട്ട് ഉറപ്പായും മടങ്ങി വരണം എന്നവൾ പറയുന്നുണ്ട്. പ്രിൻസ് താമസിക്കുന്ന സിറ്റിയിൽ തന്നെയാണ് അവളുടെ കസിനും താമസിക്കുന്നത്. ചെറുപ്പത്തിൽ കുറച്ചു കാലം അവിടെയാണ് അവൾ വളർന്നത്. അതുകൊണ്ട് കസിനെ കാണാൻ വേണ്ടി അവൻ്റെ ഒപ്പം സിറ്റിയിലേക്ക് അവളും പോകാൻ തയ്യാറാകുന്നു. കച്ചവടത്തിനായി എത്തിയ ഒരു വ്യാപാരിയും ഭാര്യയും എന്ന രീതിയിലാണ് അവർ സിറ്റിയിലേക്ക് പ്രവേശിച്ചത്. അവൻ പ്രിൻസിനെ കാണാൻ പോകുന്ന സമയത്ത് അവൾ കസിനെ കാണാൻ പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ലിയാനെ കാണാൻ ചേട്ടന് അനുവാദം നൽകാത്തതിനാൽ മതിൽ ചാടി അവനെ കാണാൻ തന്നെ വാൻവാൻ തീരുമാനിക്കുന്നു. അവനുള്ള ഭക്ഷണമായി അവൾ മതിലിൻ്റെ മുകളിലേക്ക് ചാടിക്കയറിയ സമയത്ത് തന്നെയാണ് അവളെ കാണണമെന്ന ഉദ്ദേശത്തോടെ ലിയാൻ പുറത്തേക്ക് ചാടിയത്. രണ്ടുപേരും മുകളിൽ വെച്ച് മീറ്റ് ചെയ്യുന്നു. അവളെ കണ്ടതുകൊണ്ട് രണ്ടുപേരും അകത്തേക്ക് തന്നെ കയറുന്നു. തടവിൽ താമസിക്കാൻ തുടങ്ങിയ ശേഷം വെജിറ്റേറിയൻ ഫുഡാണ് തരുന്നത് എന്ന് പറഞ്ഞവൻ ആർത്തിയോടെ അവൾ കൊണ്ടുവന്ന ഫുഡ് കഴിക്കുന്നുണ്ട്. ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് അവൾ തന്നെ കാണാൻ വന്നിരിക്കുന്നത് ഇഷ്ടമുള്ളത് കൊണ്ടാണോ എന്നവൻ ചോദിച്ചപ്പോൾ ഇഷ്ടമാണ് എന്ന് അവൾ സമ്മതിക്കുന്നു. ആദ്യം അത് കേട്ടപ്പോൾ അവനൊന്ന് ഷോക്കാകുന്നുണ്ട്. അതിനുശേഷം സന്തോഷം കൊണ്ട് അവളുടെ കയ്യിൽ കിസ് ചെയ്യുന്നു. ഇപ്പോൾ തന്നെ റിലേഷൻ ഒഫീഷ്യലാക്കാനായി മുറിയിലേക്ക് പോകാം എന്നവൻ പറഞ്ഞപ്പോൾ തെറ്റിദ്ധരിച്ച് അവൾ അവനിട്ടൊരെണ്ണം പൊട്ടിക്കുന്നു. പിന്നീടാണ് ടോക്കൺ നൽകുന്ന കാര്യമാണ് അവൻ പറഞ്ഞതെന്ന് മനസ്സിലായത്. അവൻ അവളെ മുറിയിലേക്ക് കൊണ്ടുപോയി അവരുടെ കുടുംബത്തിൻ്റെ പാരമ്പര്യ സ്വത്തായ ആദ്യം ഫുട്ബോൾ കളിയിലൂടെ അവൾ സ്വന്തമാക്കിയ അവൻ്റെ ജെയ്ഡ് പെൻഡന്റ് അവൾക്ക് നൽകുന്നു. അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്നൊന്നും അവനിപ്പോഴും അറിയില്ല. ദുബായ് ഇതിനകം പ്രിൻസിൻ്റെ താമസ സ്ഥലത്ത് നിന്ന് അയാളെ കാണുന്നു. തങ്ങൾ സിറ്റി മുഴുവൻ അരിച്ചുപെറുക്കിയിട്ട് കണ്ടെത്താൻ കഴിയാത്ത ആൾ മുന്നിൽ വന്ന് നിൽക്കുന്ന കണ്ടപ്പോൾ പ്രിൻസ് ശരിക്കും ഷോക്കാകുന്നുണ്ട്.
പക്ഷെ അത് പുറത്ത് കാണിക്കാത്ത രാജാവിൻ്റെ പ്രതിനിധിയായി വന്നിരിക്കുന്നതിൻ്റെ ബഹുമാനമുള്ളതുപോലെയാണ് അയാൾ സംസാരിച്ചത്. അവനും ഇല്ലുവിനും താമസിക്കാനായി അവിടെ തന്നെ സൗകര്യം തയ്യാറാക്കുന്നതിനെക്കുറിച്ച് അയാൾ ജോലിക്കാരോട് പറഞ്ഞെങ്കിലും അതിൻ്റെ ആവശ്യമില്ല. ഓൾറെഡി താമസ സ്ഥലമൊക്കെ കണ്ടെത്തി കഴിഞ്ഞു. യാത്രക്കിടയിൽ കുറേ കൊള്ളക്കാർ ആക്രമണത്തിന് ശ്രമിച്ചിരുന്നു. ഞാനൊരു ഷോ നടത്തി ഇവിടേക്ക് താമസത്തിന് വന്നാൽ അത് അവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റും. അതുകൊണ്ട് ഞങ്ങളുടെ താമസത്തെക്കുറിച്ച് ബുദ്ധിമുട്ടണ്ട എന്ന് അവൻ പറയുന്നു. അത്ര മുന്നിൽ അയാളെ കിട്ടിയപ്പോൾ കൊല്ലണം എന്നവൻ ആഗ്രഹമുണ്ടെങ്കിലും മടങ്ങിച്ചെല്ലാമെന്ന് ഇല്ലുവിന് വാക്കുകൊടുത്തിരുന്നതിനാൽ കൂടുതൽ പ്രശ്നത്തിനൊന്നും നിൽക്കാതെ അവൻ മടങ്ങിപ്പോകുന്നു. രാജ്ഞി ക്ഷേത്രത്തിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് തിരികെ പോകുന്ന വിവരം പ്രിൻസും അറിഞ്ഞിരുന്നു. തൽക്കാലം ദുബൈയോട് നേരിട്ടൊരു ഫൈറ്റ് നിൽക്കാതെ അവൻ എന്തെങ്കിലും വീക്ക്നെസ് ഉണ്ടോ എന്ന് രാജ്ഞി വഴി അറിയാൻ ശ്രമിക്കാൻ പ്രിൻസ് റോങ്ങിന് നിർദ്ദേശം നൽകുന്നു. ഇല്ലു ഈ സമയത്ത് കസിനുമായി മീറ്റ് ചെയ്തിരുന്നു. ഷെങ് എന്നാണ് അവൻ്റെ പേര്. പ്രിൻസിൻ്റെ ഒരു അടിമയെ പോലെയാണ് അയാൾ ഇപ്പോൾ ജോലി ചെയ്യുന്നത്. ആവശ്യപ്പെടുമ്പോഴൊക്കെ സിത്താർ വായിക്കാൻ അവന് പോകേണ്ടി വരും. പ്രിൻസുമായി അത്ര അടുപ്പമുള്ളത് കൊണ്ട് തന്നെ ദുബായെക്കുറിച്ച് വളരെ മോശം രീതിയിലാണ് അവൻ അറിഞ്ഞിരുന്നത്. അവൾ ദുബായ്ക്കൊപ്പമാണ് വന്നിരിക്കുന്നത് അറിഞ്ഞപ്പോൾ അവനോട് കൂടുതൽ അടുക്കരുത്, സൂക്ഷിക്കണമെന്നൊക്കെ ഷെങ് പറയുന്നു. അപ്പോഴാണ് അവൾ ദുബായ് ഇഷ്ടമാണെന്ന് പറയുന്നത്. അതൊരിക്കലും ശരിയാകില്ല, അവൻ്റെ ഒരു ഇഞ്ചയല്ലേ എന്നൊക്കെ പറഞ്ഞ് അവൻ എതിർക്കുന്നു. ഇനി കൊട്ടാരത്തിലേക്ക് തിരികെ പോകാതെ എങ്ങോട്ടെങ്കിലും ഓടിപ്പോയി സ്വതന്ത്രമായി ജീവിക്കാനും അവളോട് പറയുന്നുണ്ട്. അവർ സംസാരിച്ചിരിക്കുമ്പോഴാണ് ദുബോ അവിടെ എത്തിയത്. പ്രിൻസിപ്പോൾ ശത്രുപക്ഷത്തായതുകൊണ്ട് രാജാവ് അയാളെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ അയാളുടെ കൂടെയുള്ള എല്ലാവർക്കും അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ടല്ലോ. കൂട്ടത്തിൽ ഷെങ്ങിനും എന്തെങ്കിലും സംഭവിച്ചാലെന്ന് കരുതി കൂടുതൽ എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ അവന് പ്രിൻസിൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴി ഒരുക്കി കൊടുക്കണം എന്ന് ഇല്ലു ദുബോയോട് റിക്വസ്റ്റ് ചെയ്യുന്നു. പക്ഷേ എനിക്കങ്ങനെ അവരുടെ സഹായം ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഷെങ് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. ആ സമയത്ത് സിത്താർ വായിക്കാനായി പ്രിൻസ് അവനെ വിളിപ്പിച്ചിരിക്കുന്നു എന്ന് ഒരാൾ വന്നറിയിക്കുന്നു. ഇല്ലു അവനെ തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ദുബോ അവളെ പിടിച്ചു നിർത്തുന്നു. പെട്ടെന്ന് അവനെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ ശ്രമിച്ചാൽ പ്രിൻസിന് സംശയം തോന്നാൻ സാധ്യതയുണ്ട്. അത് അവൻ അപകടമുണ്ടാക്കും. അതുകൊണ്ട് കുറച്ച് വെയിറ്റ് ചെയ്യുന്നതാണ് നല്ലത്. എന്തായാലും ഞാൻ അവനെ സ്വതന്ത്രനാക്കാം എന്ന് അവൻ അവൾക്ക് വാക്ക് കൊടുക്കുന്നു. താമസം അറേഞ്ച് ചെയ്തിരിക്കുന്നിടത്തേക്ക് അവൻ അവളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നു. മുമ്പ് വെള്ളത്തിൽ വീണ സമയത്ത് അവർ ഉപയോഗിച്ച മുക്കന്മാരുടെ ഷെൽട്ടറിൽ നിന്നിൻ്റെ സ്ഥലം അവൻ വാങ്ങി പുതുക്കി പണിത് താമസയോഗ്യമായ രീതിയിലാക്കിയിരുന്നു. അവിടേക്കാണ് അവൻ അവളെ കൊണ്ടുപോയത്. ഇല്ലുവിനെ അവിടെ ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. അവൾ ഓടി നടന്ന് അവിടെയൊക്കെ കണ്ട് ആസ്വദിക്കുന്നു. തലസ്ഥാന നഗരിയുള്ള ദുബൈയുടെ വീട്ടിൽ ഈ സമയത്ത് മുമ്പ് അവൻ്റെ ലവറായിരുന്നു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ക്യുബായ് എന്നൊരു പെൺകുട്ടി എത്തുന്നു. അവൻ അങ്ങനെ ഒരു ലവർ ഉണ്ടായിട്ടേ ഇല്ല എന്ന് പറഞ്ഞ് കാര്യസ്ഥൻ അവളെ ആട്ടി ഓടിക്കുന്നുണ്ട്. അവിടെ നടക്കുന്നതൊക്കെ കൊട്ടാരത്തിലേക്ക് തിരികെ വരികയായിരുന്ന രാജ്ഞി കാണുന്നു. ദുബോയ്ക്കെതിരെ ഒരു ആയുധവുമായി അവളെ ഉപയോഗിക്കാൻ ഉള്ള ഉദ്ദേശത്തോടെ രാജ്ഞി അവളെ നോക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.